ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? നിങ്ങളുടെ അമ്മായിയമ്മയോട്, നിങ്ങളുടെ മരുമകളോട്, നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ അയൽക്കാരനോട്, നിങ്ങളുടെ പാസ്റ്ററോട് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? യേശുക്രിസ്തു പറഞ്ഞ ഒരു വാക്യം ശ്രദ്ധിച്ചു കേട്ടാട്ടെ. ഞാൻ എഴുതി വെച്ചതല്ല, നിങ്ങളുടെ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. യേശുക്രിസ്തു തൻ്റെ പ്രാർത്ഥന പഠിപ്പിച്ചു. നമ്മളിങ്ങനെ പറയും കർത്താവിൻ്റെ പ്രാർത്ഥനയെന്ന്. കർത്താവിൻ്റെ പ്രാർത്ഥന അതല്ല, അത് ശിഷ്യന്മാർക്കുള്ള പ്രാർത്ഥനയാണ്. കർത്താവിൻ്റെ പ്രാർത്ഥന യോഹന്നാൻ 15-16 അവിടെ ചെല്ലുമ്പോഴാണ് കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിച്ചു കഴിഞ്ഞും വെച്ചാൽ കർത്താവ് പറഞ്ഞ വാക്യം കേട്ടാട്ടെ. മത്തായി 6:14-15. നിങ്ങൾ മനുഷ്യരോട്, അമ്മായിയമ്മയോട്, മരുമകളോട്, മകനോട്, അമ്മായിയപ്പനോട്, അധ്യാപകനോട്, അയൽക്കാരോട് ആരോടെങ്കിലും അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. സ്തോത്രം. താഴെ അത് അധികം പേർക്കും ഇഷ്ടപ്പെടത്തില്ല. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കത്തില്ല. ഞാൻ എഴുതി വെച്ചതല്ല, ഞാൻ പറഞ്ഞിട്ട് എൻ്റെ കർത്താവ് പറഞ്ഞതുമല്ല. എൻ്റെ വേദപുസ്തകം, എനിക്ക് ദോഷം ചെയ്തു പോയവരെ ഞാൻ അങ്ങോട്ട് പോയി കണ്ടു. കാരണം എൻ്റെ വേദപുസ്തകം അങ്ങനെ പറഞ്ഞാൽ നീ പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന സമയത്ത്, നീ യാഗം കഴിക്കാൻ ചെല്ലുന്ന സമയത്ത് യേശു പറഞ്ഞതാണ്, ആർക്കെങ്കിലും നിന്നോട് പിണക്കമുണ്ടെന്ന് അറിഞ്ഞാൽ നീ അങ്ങോട്ട് ചെല്ലണം. ഒരാളുടെയൊക്കെ പറഞ്ഞോട്ട് വരരുതെന്ന് പറഞ്ഞു. ഞാൻ പോയി, ഇടയ്ക്കും പോയി. ഞാൻ നിങ്ങളെ പറയും, നമ്മൾ വേദപുസ്തകം അനുസരിക്കുന്ന, അതാ ഞാൻ യേശുഭക്തൻ എന്നുള്ളൊരു വാക്ക് ആദ്യം ഉപയോഗിച്ചു. നിങ്ങൾ യേശുഭക്തനാണെങ്കിൽ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഒരു ഇംഗ്ലീഷിനകത്തൊരു സുപ്രസിദ്ധമായ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, ഇപ്പോഴുണ്ടോ എന്നറിയത്തില്ല. ഒരു പുസ്തകത്തിനൊരു ഒരു ജീവിതകാലമുണ്ട്. 5 വർഷമായിരിക്കും, 10, അത് കഴിയുമ്പോൾ പോകും. എവരി അതർ ബെഡ് എന്ന് പറഞ്ഞാൽ ആശുപത്രിയിലെ ഒരു കിടക്കയുടെ അടുത്ത കിടക്ക അവർ രോഗിയല്ല, പിന്നെ ആരാണ്ടോട് ക്ഷമിക്കാനുള്ളത് കൊണ്ടാണ് അതവരെ രോഗിയാക്കി. നിങ്ങൾക്കറിയാമോ, ചില രോഗത്തിന് മരുന്നില്ല. ആസ്മ ഹോമിയോയിൽ മരുന്നുണ്ടെന്ന് പറയും, മരുന്നില്ലാത്ത ചില രോഗങ്ങളാണ്. എസ്കിമ, അതിന് മരുന്നില്ല. ചില രോഗങ്ങൾക്ക് മരുന്നില്ല. എന്താ കാര്യമെന്നറിയാം? ഡോക്ടർമാർ പറയുന്നത് ഇത് ആരാണ്ടോട് ക്ഷമിക്കാനുള്ളതാണെന്ന്. എല്ലാ ആസ്മയും അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ല, പിന്നെയോ മിക്കവാറും അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്ഷമിക്കണം.